കോൺഗ്രസ് കോടന്നൂർ വെങ്ങിണിശ്ശേരി മേഖലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും സംഗമവും നടത്തി. വെങ്ങിണിശ്ശേരി കോടന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സുനിൽ ലാലൂർ പ്രതിഷേധ മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോടന്നൂർ സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ വെങ്ങിണിശ്ശേരി റോഡ് നന്നാക്കണം, അത് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തി, മാർച്ച് നടത്തി, വെങ്ങിണിശ്ശേരിയിൽ നിന്ന് കോടന്നൂർ വരെ മാർച്ച് നടത്തിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും കൃത്യമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതൊരു ജനീയമായ കാര്യമാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ജനങ്ങൾക്കാണ്. തീർച്ചയായും ഇതൊരു ജനമുന്നേറ്റമാണ്. ഈ പ്രദേശത്ത് നിരവധി ആളുകൾ ഈ റോഡുമായി സഞ്ചരിക്കുമ്പോൾ വീണ് കിടക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാനിടയായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെങ്ങിണിശ്ശേരി പള്ളിയുടെ തൊട്ടടുത്ത് ഒരു കുളമായിട്ടാണ് കിടക്കുന്നത്. പലപ്പോഴും ഒരു കുളത്തിന്റെ പ്രതീതിയാണ്. വഞ്ചി ഉണ്ടായാൽ സഞ്ചരിക്കാവുന്ന രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നിരവധി ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രദേശങ്ങൾ തീർച്ചയായും വെള്ളക്കെട്ടിന്റെ ഒരു പ്രതീതിയാണ്. സ്വാഭാവികമായി വെങ്ങിണിശ്ശേരി പ്രദേശത്ത് കൂടി കോടന്നൂരിൽ നിന്ന് ഫൗണ്ടിന്റെ അവിടെ നിന്ന് വെങ്ങിണിശ്ശേരി പ്രദേശം കഴിയുന്നവരെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കുക എന്നുള്ളത് ഇന്ന് വിഷമകരമായ ഒരു കാര്യമാണ്. DCC സെക്രട്ടറി TK പൊറഞ്ചു മുഖ്യപ്രഭാഷണം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി ചിറയത്ത് അധ്യക്ഷനായി. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ആ റോഡ് ടാറിംഗ് നടത്തണമെങ്കിൽ ജലജീവന്റെ പൈപ്പ് ലൈൻ ഇപ്പോൾ ജലജീവന്റെ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പകുതി ഭാഗം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. അതായത് ആറാട്ടുപുഴയിൽ നിന്നാണ് നമുക്ക് വെള്ളം വെങ്ങിണിശ്ശേരി അയക്കുന്നതിലേക്ക് കൊണ്ടുവരിക, ഫിൽറ്റർ ചെയ്ത് വെള്ളം കൊണ്ടുവരിക. അത് വെങ്ങിണിശ്ശേരിക്ക് എത്താനുള്ള പൈപ്പ് ലൈൻ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വെള്ളം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കണമെങ്കിൽ ആ വെങ്ങിണിശ്ശേരിയിൽ നിന്ന് വെള്ളം പൈപ്പ് ലൈൻ വഴി കോടന്നൂർ മേഖലയിലേക്കും അമ്മാടം ഭാഗത്തേക്കും കൊണ്ടുപോകണം. അതിനുള്ള അമ്മാടം ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ കോടന്നൂർ ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈൻ ഇതുവരെയും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി നമ്മളിപ്പോൾ ഇടപെടലൊക്കെ ഉണ്ടായി, കോൺഗ്രസിന്റെ ഇടപെടലോ അല്ലെങ്കിൽ മറ്റു ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ട് ടാറിംഗ് നടത്തുകയാണെങ്കിൽ തന്നെ 2 വർഷത്തിനുള്ളിൽ ആ റോഡ് ടാർ ചെയ്ത റോഡ് വീണ്ടും വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ ഇടേണ്ട അവസ്ഥ വരും. പാറളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിന്ദു അശോകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി പെല്ലിശ്ശേരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി ജൂബി, പഞ്ചായത്ത് അംഗങ്ങളായ നിഖിൽ പള്ളിപ്പുറം, റോസ്മേരി അബീഷ്, റിൻസി ഷാബു, സന്തോഷ് കുമാർ സെൻ എന്നിവർ സംസാരിച്ചു.